കോട്ടയത്ത് വിജയമുറപ്പെന്ന് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ഭൂരിപക്ഷം എത്ര എന്നത് പ്രസക്തമല്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനം വിലയിരുത്തി ജനം UDFന് വോട്ട് ചെയ്തു എന്നും ഫ്രാൻസിസ് ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വരാനിനി മണിക്കൂറുകൾ മാത്രം ബാക്കിയെന്ന് തന്നെ പറയാം. എന്നോടൊപ്പമുള്ളത് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജാണ്. എന്താണ് ഈ അവസാന മണിക്കൂറുകളിലെ ഒരു പ്രതീക്ഷ തുടക്കം മുതൽ ഇപ്പോൾ അവസാനം വരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ തന്നെയാണ്. കോട്ടയത്ത് UDF വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശങ്കയില്ല, പരാജയപ്പെടുമെന്നുള്ളൊരു ആശങ്കയില്ല. അപ്പുറത്ത് കേരള കോൺഗ്രസ് എമ്മും വലിയ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ മത്സരിക്കുന്നവർക്ക് എല്ലാവർക്കും വിജയിക്കണമെന്നാണല്ലോ. അപ്പോൾ അവരങ്ങനെ പ്രതീക്ഷിക്കുകയും അല്ലെങ്കിൽ ആശിക്കുകയും ഒന്നും ചെയ്യുന്നതിൽ ഒരു തെറ്റും പറയാനില്ല. സ്വാഭാവികമായിട്ടും അവരും പ്രവർത്തിച്ചിട്ടുണ്ട്, അവർക്കും വിജയപ്രതീക്ഷ ഉണ്ടാകാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വിലയിരുത്തുമ്പോൾ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയം, ഇന്നത്തെ സംസ്ഥാന രാഷ്ട്രീയം, അതിൽ തന്നെ ഈ രണ്ട് ഗവൺമെൻറ്റുകളുടെയും പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ എതിർപ്പ്, UDF പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ, ഈ കാര്യങ്ങളിലെല്ലാം ജനങ്ങൾ വളരെ അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതും വിലയിരുത്താൻ കഴിഞ്ഞതും അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും UDF കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ, കോട്ടയത്ത് മാത്രമല്ല 20 മണ്ഡലങ്ങളിലും വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ഒരുപാട് വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങളിലൊന്നാണ് കോട്ടയം. അത് ബാധിക്കുമോ? അതിപ്പോൾ വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് കൃത്യമായി വിലയിരുത്തണമെങ്കിൽ റിസൾട്ട് വരണം. ഏതൊക്കെ ബൂത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് വോട്ട് കൃത്യമായി കുറഞ്ഞിട്ടുള്ളത്. എല്ലായിടത്തും കുറവ് വന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് നമ്മുടെ ഒട്ടേറെ വോട്ടർമാർ നാട്ടിലില്ല എന്നുള്ളതാണ്. ഓരോ ബൂത്തിലും 10-100 വോട്ടുകൾ കുറവ് വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരെല്ലാവരും തന്നെ വിദേശത്തേക്ക് ജോലിയോ പഠനത്തിനോ ഒക്കെ ആയിപ്പോയി. ആ വോട്ടുകളൊന്നും തന്നെ ലിസ്റ്റിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടില്ല. ഇവിടെ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരുകൾ പോലും നീക്കം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വോട്ട് കുറവ് എന്നുള്ളത് ഒരു വലിയ ഒരു ഇതായി തോന്നാം. പക്ഷേ കുറവ് എല്ലാ സ്ഥലത്തുനിന്നും വന്നിട്ടുണ്ടെന്നാണ്, എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണെന്നുള്ളത് കൃത്യമായി വോട്ടെണ്ണിയാൽ മാത്രമേ മനസ്സിലാവും. എത്ര ഭൂരിപക്ഷം എന്നൊരു കണക്ക് കൂട്ടലുണ്ടോ? അങ്ങനെ കണക്ക് കൂട്ടുന്നില്ല. ഒരു മാന്യമായ രീതിയിലുള്ള ഒരു വിജയം ഉണ്ടാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭൂരിപക്ഷം ഒരു വലിയ പ്രശ്നമായി ഞാൻ കാണുന്നില്ല. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ്. വലിയ ഭൂരിപക്ഷം നേടി മറ്റുള്ളവരെയൊക്കെ നിലം പരിശാക്കുക എന്നുള്ള അവകാശവാദമൊന്നുമില്ല. അതിൻ്റെ ഒന്നും കാര്യമില്ല. നമ്മൾ വിജയിച്ചാൽ വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്വമാണ് ജനങ്ങൾ നൽകുന്നത്. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും വലിയൊരു ഉത്തരവാദിത്വമാണ് നമ്മൾ ഏൽക്കാൻ പോകുന്നത്. അത് നല്ല നിലയിൽ നടത്തുക, ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും ഭൂരിപക്ഷം എത്ര എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് വിജയമുറപ്പ് എന്ന് തന്നെയാണ് ഫ്രാൻസിസ് ജോർജ് പറയുന്നത്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18.